ഇത് പോലീസിന്റെ ഒരു വാർണിംഗ് ആണ്. അതായത് ഈ ചില മാധ്യമങ്ങളും ബ്ലോഗേഴ്സും അതുപോലെ ഈ ഒരു ഓൺലൈൻ ചാനൽസും മരണവീടാണെന്ന് പോലെയുള്ള ബോധമില്ലാണ്ട് ചില വീടുകളിൽ കയറി ചെന്ന് കാണിക്കുന്ന വെറും വൃത്തികെട്ട പ്രവർത്തികൾക്കെതിരായിട്ട് ഉള്ളൊരു വാർണിംഗ് ആണിത്. ഇതിൽ ഈ പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66 ഈ പ്രകാരമുള്ള ക്രൈമാണ്. അതായത് ഒരു ഹോസ്പിറ്റലിലോ ആംബുലൻസിലോ അതുപോലെ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലോ അയാളുടെ കൺസെന്റ് ഇല്ലാണ്ട് അവരുടെ ഫോട്ടോസോ വീഡിയോസോ എടുത്തു കഴിഞ്ഞാൽ ഈ സെക്ഷൻ 66 അവിടെ അപ്ലൈ ആവും. ഇത് പ്രകാരം 3 വർഷം വരെ തടവോ അല്ലാന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെ പിഴവോ ഇത് രണ്ട് ഒരുമിച്ച് കിട്ടാവുന്ന ഒരു കുറ്റമാണ് നിങ്ങൾ അവിടെ കമ്മിറ്റ് ചെയ്തത്. അതുപോലെ ഈ ഫാമിലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മീഡിയ റൂൾ പ്രകാരം കംപ്ലൈന്റ് ചെയ്യാം. അങ്ങനെ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പബ്ലിഷ് ചെയ്ത ഫോട്ടോസും വീഡിയോസും 24 to 36 അവേഴ്സിനുള്ളിൽ ഇവർ റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ ഈ മീഡിയസ് കാണിക്കുന്ന ഇത്തരം പ്രവർത്തികൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ കൂടിയാണ്. അതായത് ദ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21 വയലേഷൻ കൂടിയാണ് ഇത്. കുട്ടിസ്വാമിയുടെ കേസിൽ ഒരു ജഡ്ജ്മെന്റ് ആണ്. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 21 അകത്താണ് വരുന്നത്. അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ അണ്ടറിലാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് വരുന്നത്. സോ ഒരാളുടെ കൺസെന്റ് ഇല്ലാണ്ട് ഇത്തരത്തിലെ ചിത്രീകരണങ്ങളൊക്കെ മീഡിയാസിന് ഇങ്ങനത്തെ പണികളും കൊണ്ടുതരുന്നതായിരിക്കും. മാധ്യമ സ്വാതന്ത്ര്യം, സ്പീച്ച് ഓഫ് എക്സ്പ്രഷൻ ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രൈം റേറ്റും കറപ്ഷൻ റേറ്റും എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അപ്പുറമായിട്ട് മാറും. രാവിലെ എണീറ്റ് ടി വി വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോഴോ ഈ ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോകവിവരങ്ങൾ കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. മീഡിയാസ് എന്ന് പറയുന്നത് പല ക്രൈംസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ശബ്ദമാണ്. എന്ന് പറഞ്ഞ ഒരു പേഴ്സന്റെ പ്രൈവസിയെ മാനിക്കാതെ അവരുടെ ഇത്തരത്തിൽ ഇമോഷണൽ രംഗങ്ങൾ എടുത്ത് വീഡിയോയും ഫോട്ടോസും എടുത്ത് റീച്ച് കിട്ടാനും തംബ്ലൈൻ ആയിട്ട് വിടുന്നത് വെറും ആ പരിപാടിയാണ്. സോ ഇനി മൈക്കും പിടിച്ച് ക്യാമറ ആയിട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക.